Hello friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. സാധാരണയായിട്ട് എഗ്ലെസ് കേക്ക് നമ്മൾ മിക്ക റെസിപ്പിയും പരീക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ സ്പോഞ്ചിന് ഒരു ഡോ കൺസിസ്റ്റൻസി ആയിരിക്കും. അതായത് ഒരു നമ്മൾ കഴിക്കുമ്പോഴേക്ക് വായിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതെങ്ങനെ നല്ല സോഫ്റ്റായിട്ടും നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് ഇത് നല്ലൊരു ബട്ടർ മിൽക്കായി കിട്ടും. നമുക്ക് ഇത് കുറച്ചൊന്ന് കേടലായിട്ട് ബട്ടർ മിൽക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് പഞ്ചസാര എടുത്ത് അത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് ഈ ബട്ടർ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് അവിടെ മൂടി വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു 2 കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്, ഒരു 1.5 ടീസ്പൂണ് കൊക്കോ പൗഡർ, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ 3 ഐറ്റംസ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ ഡയറക്റ്റ് ബട്ടർ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ബേക്കിംഗ് സോഡ തൈരുമായിട്ട് യോജിച്ച് നന്നായിട്ട് റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈം നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ബേക്കിംഗ് സോഡ വിനീഗറോ തൈരോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് ചേരുമ്പോഴാണ് അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് വാനില എസൻസ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സ്ട്രോബെറി എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനെപ്പോഴും റെഡ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രോബെറി എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. കളറും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 1/4 കപ്പായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഓയിലും നമ്മുടെ ബട്ടർ മിൽക്കും ഷുഗറും കൂടിയുള്ള ആ മിക്സും കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓവൺ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 175 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സോളം ഇത് ബേക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം അധികം എടുക്കും. അപ്പം ഒരു 40 മിനിറ്റ്സൊക്കെ ആകുമ്പോൾ ഒന്ന് ഓവൻ തുറന്ന് നോക്കി ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ച് ടൈം കൂടി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. എനിക്കിവിടെ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൻ്റെ സമയത്തിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ 45 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ടൈം അധികം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്.
ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ സെയിം മെഷർമെൻറ്റിൽ തന്നെ വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ 2 കേക്കും ഈക്വൽ ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര ലെയേഴ്സായിട്ടാണോ കേക്ക് വേണ്ടത് അത്രയും ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. മിക്ക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലും ഇത്ര സോഫ്റ്റായിട്ട് കിട്ടാറില്ല. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന്, ഞാനിവിടെ മിൽക്ക് കൊണ്ടാണ് കേട്ടോ ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്കിൽ കുറച്ച് ഷുഗർ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് കൂടുതൽ ദിവസം വെക്കുന്നതാണെങ്കിൽ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ നല്ലത്. അപ്പോൾ മിൽക്കിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അത് പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ കഴിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല, മിൽക്ക് കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്യുന്ന കേക്കാണെങ്കിൽ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി ആദ്യത്തെ ലെയറിന് മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ച് അതും ഇതുപോലെ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് മിൽക്കിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. എല്ലാ ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കോട്ടിങ്ങും കൂടി നമുക്ക് കൊടുക്കാം. ഞാൻ സെക്കൻഡ് ലെയർ കോട്ടിങ്ങും കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കാം. പിന്നെ അതിന് ശേഷമുള്ള ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ സിലിക്കോൺ ബ്രഷ് കൊണ്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കേക്ക് മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കേക്കിൻ്റെ താഴെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം കേക്കിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് ഒരു ഹേർട്ട് ഷേപ്പിലും കേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹേർട്ട് ഷേപ്പ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഈ ഹേർട്ട് ഷേപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഹേർട്ട് ഷേപ്പിന് സൈഡിലായിട്ട് കുറച്ച് സിൽവർ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കേക്ക് പൊടിച്ചത് നമ്മുടെ കേക്കിന് സൈഡിലായിട്ട് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.